ആദ്യമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അറിവും ചെറുതല്ല. നമ്മൾ ആരും ഇതുവരെ ശ്രദ്ധിക്കാത്തതും പക്ഷെ നമ്മൾക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് യുവാക്കൾക്കിടയിലുള്ള പെട്ടെന്നുള്ള മരണം. സയൻസ് നോവൽ വന്ന എയിംസിന്റെ ഒരു റിസർച്ച് ആർട്ടിക്കൽ ഞാനിവിടെ ആഡ് ചെയ്യാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്ന ആൾക്കാരുടെ പ്രായപരിധി പറയുന്നത് 18 മുതൽ 45 വയസ്സ് വരെയാണ്. ഇതിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചവർ 50%. ഇതിൽ മരിച്ചവരിൽ ഏകദേശം ശരാശരി പ്രായം 33-34 വയസ്സിന്റെ ഇടയിലുള്ളവരും മരിച്ചതിൽ കൂടുതൽ പുരുഷന്മാരുമാണ്. ഈ ഒരു സിറ്റുവേഷനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്, ഒന്ന് ലൈഫ് സ്റ്റൈലും മറ്റൊന്ന് ഹാബിറ്റ്സും. ഈ 2 കാര്യങ്ങളും നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഏതൊരു സാഹചര്യത്തിലും രാത്രി ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കുക, 7 മണിക്കൂർ ഉറക്കം കിട്ടി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്, നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന സിഗരറ്റും മദ്യവും അവനവൻ്റെ ഭാര്യയും മക്കളെ ഓർത്തിട്ട് കഴിയുമെങ്കിൽ കുറയ്ക്കുക. മൂന്നാമത്തെ കാര്യം, കഴിക്കുന്ന ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക, ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. നാലാമത്തെ കാര്യം, റെഗുലർ എക്സസൈസ്. ആർക്കും ജിമ്മിൽ പോകാൻ സമയം കിട്ടാറില്ല എന്നൊന്നും പറഞ്ഞേക്കല്ലേ, ഒരു കാര്യമേ പറയാനുള്ളൂ, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. നാളെ സമ്പാദിച്ചു കഴിഞ്ഞിട്ട് ആഗ്രഹിച്ച കാറ് വാങ്ങിക്കാനാണെങ്കിലും ഭാര്യ മക്കളെ പോറ്റാനാണെങ്കിലും ആരോഗ്യം വേണം, ആളും വേണം. അഞ്ചാമത്തെ കാര്യം, സ്ട്രെസ് മാനേജ്മെന്റ്. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞാൽ റിലീഫ് കിട്ടും, ചിലർക്ക് പാർട്ട്ണറുടെ അടുത്ത് പറഞ്ഞാൽ റിലീഫ് കിട്ടും, ചിലർക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോഴായിരിക്കും കംഫർട്ട്. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിഫറൻസിനനുസരിച്ച് ചൂസ് ചെയ്യുക. പക്ഷേ ആരുടെയും നമ്മുടെ സ്ട്രെസ് എല്ലാം പറയണം, അതുമൂലം നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും. ഈ പറഞ്ഞ 5 കാര്യങ്ങളും നമ്മൾ ഡെയിലി ലൈഫിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ചെറിയൊരു മാറ്റം വരുത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സോ എനിക്ക് പറയാനുള്ളത്, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഒരു അറിവും ചെറുതല്ല. നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.